ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തഃശോധയജ്ഞത്തിന്റെ 210 ഭാഗത്തേക്ക് സ്വാഗതം. നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് പ്രേമസായി കാസർഗോഡാണ്. നമുക്ക് വേണ്ടി ഭരതനുണ്ടോ? ഓക്കെ. നമുക്ക് വേണ്ടി പറയുന്നത് ശ്രീമതി ഉഷ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. പാലക്കാട് സമിതിയിലുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഓങ്കാരം പറഞ്ഞു കഴിയുമ്പോൾ ഉഷ സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്തുകൊണ്ട് എവിടെയാണ്, ഏത് സമിതിയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് വായിക്കാൻ തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. ഒരു 10 മിനിറ്റ് വായിച്ചാൽ മതി. ബാക്കി ഒരു 12-13 മിനിറ്റ് അനുഭവങ്ങൾ പറയാം. പിന്നെ ഭഗവാന്റെ പ്രസന്റേഷൻ കഴിഞ്ഞ ശേഷം ശ്രീനാഗൻ ഭജന പാടും. അങ്ങനെയാണ്. സായിരാം. ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्ति. സായിരാം. ശ്രീമതി ഉഷ വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങിക്കോളൂ. സായിരാം. എൻ്റെ പേര് ഉഷ വെങ്കടേഷ് ആണ്. ഞാൻ പാലക്കാട് സമിതി, പാലക്കാട് ജില്ല എന്നാണ് സംസാരിക്കുന്നത്. ഞാനൊരു ബാലവികാസ് ഗുരു കൂടെയാണ്. ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് സനാതന സാരഥി ഏപ്രിൽ 2023 ഇഷ്യൂവിൽ നിന്നാണ്. കുടുംബ ഐശ്വര്യത്തിന്റെ രഹസ്യം. പഠിത്തത്തിൽ മോശം അമ്മമാർ എന്തു ചെയ്യും? ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ തോമസ് എഡിസന്റെ ബാല്യകാലം. അന്ന് തോമസിന് 8 വയസ്സേ ആയുള്ളൂ. പഠിത്തത്തിൽ മോശം. പലവട്ടം പറഞ്ഞാലേ തോമസിന് വല്ലതും തലയിൽ കയറൂ. അധ്യാപകർക്ക് ദേഷ്യം, കൂട്ടുകാർക്ക് പരിഹാസം. തോമസിന് ചുറ്റും പരുക്കൻ ലോകം. ഒരു ദിവസം കരഞ്ഞാണ് തോമസ് വീട്ടിലെത്തിയത്. കയ്യിൽ അധ്യാപകന്റെ കത്തും. അമ്മ കത്ത് വായിച്ചു. ബുദ്ധി കുറവായത് കൊണ്ട് തോമസിനെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ആ അമ്മ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മോൻ മിടുക്കനാണെന്ന് എനിക്കറിയാം. മോനെ പഠിപ്പിക്കാൻ അമ്മ മാത്രം മതി. അമ്മ തോമസിനെ സമാധാനിപ്പിച്ചു. അമ്മയ്ക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, തോമസ് മിടുക്കനാണ്. ഒരു കാര്യം പലവട്ടം പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രം. അങ്ങനെ അമ്മ തോമസിനെ പഠിപ്പിക്കാൻ തുടങ്ങി. തോമസ് പഠിച്ചു. മെല്ലെ മെല്ലെ അവൻ മുന്നേറി. പലതും കണ്ടുപിടിക്കുന്നതിൽ അവന് താല്പര്യം ജനിച്ചു. അമ്മ പ്രോത്സാഹിപ്പിച്ചു. തോമസ് മിടുമിടുക്കനായി വളർന്നു. ഒടുവിൽ അമേരിക്കൻ സാമ്രാജ്യം തോമസിനെ അംഗീകരിച്ചു. വൈദ്യുതി കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസന്റെ ബാല്യകാലം ഇങ്ങനെയായിരുന്നു. അന്ന് തോമസിനെ പുറത്താക്കിയ അധ്യാപകനും കളിയാക്കിയ സുഹൃത്തുക്കളും എങ്ങും എത്തിയതായി ചരിത്രം പറയുന്നില്ല. സ്വാമി പറയുന്നു, മിടുക്കനായ വിദ്യാർത്ഥിയെ മിടുക്കനാക്കുന്നതിൽ അധ്യാപകന്റെ മിടുക്ക് എന്തിന്? ഒരിക്കൽ കൂടെ ഞാൻ പറയാം. മിടുക്കനായ വിദ്യാർത്ഥിയെ മിടുക്കനാക്കുന്നതിൽ അധ്യാപകന്റെ മിടുക്ക് എന്തിന്? മോശക്കാരനായ വിദ്യാർത്ഥിയെ ക്ഷമയോടെ ഒരുക്കി എടുക്കുന്നതിലാണ് അധ്യാപകരുടെ മിടുക്ക്. ഇവിടെ അധ്യാപകന് സാധിക്കാത്തത് പക്ഷേ ഒരമ്മയ്ക്ക് കഴിഞ്ഞു. അമ്മ മക്കളെ മറന്നാൽ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു.
കൗരവർ മുഴുവനും നശിച്ചു. ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ 100 മക്കൾ നഷ്ടപ്പെട്ട ഗാന്ധാരി വിലപിച്ചു. കൃഷ്ണ, അങ്ങ് സഹായിച്ചത് കൊണ്ടാണ് പാണ്ഡവർ ജയിച്ചത്. എന്റെ 100 മക്കളെ വധിച്ചതിന്റെ ഉത്തരവാദിത്വവും അങ്ങേക്ക് തന്നെ. മന്ദഹാസത്തോടെ ശ്രീകൃഷ്ണൻ അരുളി, ഞാൻ ആരെയും രക്ഷിച്ചിട്ടുമില്ല, ശിക്ഷിച്ചിട്ടുമില്ല. അവരവർ ചെയ്യുന്നതിന്റെ ഫലം അവരവർ അനുഭവിക്കുന്നു, അത്രമാത്രം. ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ കുട്ടികളെ ശാസിച്ചിട്ടുണ്ടോ? അന്ധനായ ഭർത്താവിനൊപ്പം ക്ഷണിച്ചു വരുത്തിയ അന്ധതയുമായി നിങ്ങൾ കാലം കളഞ്ഞു. അമ്മമാർ കണ്ണും മൂടിക്കെട്ടി ഇങ്ങനെ ഇരുന്നാൽ മക്കൾ നേർവഴി പോകില്ല. ശ്രീകൃഷ്ണൻ തുടർന്നു, കുന്തി ദേവിയെ നോക്കൂ. ഭർത്താവ് മരിച്ചിട്ടും പുത്രന്മാരുടെ കൂടെ സദാ അവർ ഉണ്ടായിരുന്നു. അവരുടെ സുഖത്തിലും പ്രത്യേകിച്ച് ദുഃഖത്തിലും കുന്തി പിന്തിരിഞ്ഞില്ല. അമ്മയുടെ സാമീപ്യം അവരെ നല്ലവരാക്കി. അമ്മയുടെ സ്നേഹവും ശാസനയും മക്കളുടെ നല്ല വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അമ്മയുടെ അനുഗ്രഹം കിട്ടാത്തവന് എങ്ങനെ ഈശ്വരന്റെ അനുഗ്രഹം ലഭിക്കും? ശ്രീകൃഷ്ണ ഭഗവാൻ തിരക്കി. വിഷമം അനുഭവിപ്പിക്കണ്ട, പക്ഷെ അറിയിക്കണം. സ്വാമി പറയുന്നു, പൊരിവെയിൽ. അച്ഛനും 2 മക്കളും വയലിൽ കഠിനാധ്വാനത്തിലാണ്. വയൽ വരമ്പിലെ തണലുള്ള ഭാഗത്ത് അയൽവാസി നിൽക്കുന്നു. ഉച്ചയായി. അച്ഛനും മക്കളും വയലിൽ നിന്നും കയറി. അയൽവാസി കുശലപ്രശ്നം ചോദിക്കുന്നതിനിടയിൽ തിരക്കി, എന്തിന് ഇത്രയേറെ കഷ്ടപ്പെടണം? ഇപ്പോൾ തന്നെ വേണ്ടുവോളം ധനമുണ്ടല്ലോ. ഈ പിള്ളേരെയും വെയിൽ കൊള്ളിച്ച് വേണോ കൃഷി വലുതാക്കാൻ? വിയർപ്പ് തുടച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, കൃഷി വലുതാക്കാനല്ല എന്റെ ശ്രമം, എന്റെ മക്കളെ വലുതാക്കാനാണ്. പത്തായത്തിൽ നെല്ലെങ്ങനെ നിറയുന്നു എന്നവർ അറിയണം, അല്ലെങ്കിൽ പിൽക്കാലത്ത് അവർ പട്ടിണി കിടക്കും. അധ്വാനിക്കാതെ ലഭിക്കുന്ന ധനം ദൂർത്തടിച്ചു തീർക്കും. കുട്ടികളെ അവർക്കാകാവുന്ന ജോലികൾ ചെയ്യിച്ച് തന്നെ വളർത്തണം. അവർക്ക് മാതാപിതാക്കൾ നൽകുന്ന അദൃശ്യ സമ്പത്താണ് അധ്വാനിക്കാനുള്ള മനസ്ഥിതി. 500 ഗ്രാം തേൻ ശേഖരിക്കാൻ ഒരു തേനീച്ചയ്ക്ക് ഏകദേശം 40,000 കിലോമീറ്റർ സഞ്ചരിക്കണം. 20 ലക്ഷം പൂക്കളും സന്ദർശിക്കണം. ഇത്ര അധ്വാനം അതിന് പുറകിലുള്ളത് കൊണ്ടാണ് തേനിന് ഇത്ര മധുരവും വിലയും. മാതാപിതാക്കൾ മക്കളെ വളർത്താനായി എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന കാര്യം അവരുടെ പ്രായത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കണം. വീട്ടിലെ വിഷമതകൾ കുട്ടികൾ അറിയണം, പക്ഷേ അത് അവരെ അനുഭവിപ്പിക്കണ്ട. ഒരു ദേശത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ പേര് അമരശക്തി. അമരശക്തിക്ക് 3 മക്കൾ, വസുശക്തി, ഉഗ്രശക്തി, അനേകശക്തി. 3 പേരും മരമണ്ടന്മാർ. രാജാവിന്റെ ദുഃഖം പരിഹരിക്കാനായി പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ വന്നു. പേര് വിഷ്ണു ശർമ്മ. മരമണ്ടന്മാരായ ആ രാജകുമാരന്മാരെ ഗുരുനാഥൻ മിടുമിടുക്കന്മാരാക്കി തീർത്ത കഥയാണ് പഞ്ചതന്ത്രത്തിലൂടെ നാം പഠിക്കുന്നത്. രസകരമായ കഥകളിലൂടെ ആചാര്യ വിഷ്ണു ശർമ്മ രാജകുമാരന്മാരിൽ മഹത്തായ ആശയങ്ങൾ വിതച്ച് വളർത്തി അവർ ഭരണം നടത്താൻ പ്രാപ്തരുമായി. കഥയുടെ ശക്തി അനുപമമാണ്. സത്യസ്പർശമുള്ള കഥകൾ ആരുടെയും മനസ്സിൽ തുളച്ചു കയറും. കഥകളിലൂടെ കുട്ടികളുടെ മനസ്സിൽ എളുപ്പം കടന്നു പറ്റാൻ നമുക്ക് കഴിയും. മാതാപിതാക്കളുടെ കൂടെ മക്കൾ കിടക്കുന്ന ബാല്യകാലം സുവർണകാലമാണ്. അമ്മയുടെ അച്ഛന്റെ ചൂടും പറ്റി കിടക്കുന്ന കുഞ്ഞിന് നല്ല നല്ല കഥകൾ രസകരമായി പറഞ്ഞു കൊടുക്കണം. കുഞ്ഞ് ചിരിക്കണം, രസിക്കണം. അതേസമയം കുട്ടിക്ക് അതിൽ നിന്നും ഒരാശയം കിട്ടുകയും വേണം. വെറുതെ ചിരിപ്പിക്കുന്ന കഥകൾ കാർട്ടൂൺ ചാനലിന്റെ ഗുണമേ ചെയ്യൂ. കാർട്ടൂൺ ചാനൽ കാണുന്ന കുട്ടികൾ കുറെ ചിരിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്നും അവർ എന്ത് നേടുന്നു? ഒന്നും നേടുന്നില്ല. കഥയുള്ള കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടി ഉറക്കത്തിലേക്ക് കടക്കുന്നത് നല്ല കഥകൾ, നല്ല ആശയങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവേണം. കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിന് നല്ല കഥകളിൽ അടങ്ങിയിട്ടുള്ള ശുഭചിന്തകൾ വളരെയേറെ ഗുണം ചെയ്യും. കഥകളിലൂടെ അവനിൽ ഊറിക്കൂടുന്ന സംസ്കാരം അല്ലെങ്കിൽ വാസന അവനെ തെറ്റുകളിൽ നിന്ന് അകറ്റി നിർത്തും. ഒരു കവചം പോലെ അതവനെ സംരക്ഷിക്കും. സായിറാം. അനുഭവം പറഞ്ഞല്ലോ ഉഷ. സായിറാം. സ്വാമി 2 കൊല്ലം മുമ്പില് ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാമിയുടെ പ്രസൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തു, ഒരു മിറക്കിളുടെ വഴി. പക്ഷെ അത് പറയുന്നതിന് മുൻപ് ഞാൻ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറയാം.
എനിക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. രണ്ടുപേർക്കും 5 വയസ്സ് പ്രായ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ കുഞ്ഞ് പ്രീമച്വറായി 7ാം മാസത്തിൽ ജനിച്ചു. ഒരു 1.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നിറയെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് വലിയ ഹോപ്പ് ഒന്നും തന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞത് അവൾ നടക്കില്ല, കളിക്കില്ല, ചിരിക്കില്ല, പഠിക്കില്ല, അങ്ങനെ എന്തെല്ലാമോ സിൻഡ്രോമാണ് അവര് പറഞ്ഞത്. ആ സമയം കുഞ്ഞിന് 1 മാസം പ്രായമായപ്പോ ഞങ്ങൾ ആ സമയത്ത് പോണ്ടിച്ചേരിയിലായിരുന്നു. ഭർത്താവിന് അവിടെയായിരുന്നു ജോലി. അച്ഛൻ 57 വയസ്സായിരുന്നു. അച്ഛന് പാലക്കാട് പെട്ടെന്നൊരു ദിവസം കാർഡിയാക് അറസ്റ്റിൽ അച്ഛൻ മരണപ്പെട്ടു. അപ്പോ ഞങ്ങള് കുഞ്ഞിനെയും കൊണ്ട്, മൂത്ത കുട്ടികളും ഞങ്ങള് 4 പേരും കൂടെ പാലക്കാട് എത്തി. അപ്പോ ആ സമയത്ത് ഞങ്ങളെ കാണാൻ വേണ്ടി അമ്മയുടെ ചേച്ചി, എന്റെ വല്യമ്മ ഹൈദരാബാദിൽ നിന്ന് പാലക്കാട്ടേക്ക് വന്നു. ഞങ്ങളുടെ വല്യമ്മ വലിയ സായി ഭക്തയായിരുന്നു. അപ്പോ കുഞ്ഞിനെ കണ്ടിട്ട് എന്റെ കയ്യിൽ ഒരു ഷിർഡി ബാബയുടെ ഫോട്ടോ തന്നിട്ട് പറഞ്ഞു, കുഞ്ഞിന്റെ തലയണയുടെ കീഴെ ഈ ഫോട്ടോ വെക്കൂ. 2-3 ദിവസം കഴിഞ്ഞപ്പോ എനിക്കൊരു സ്വപ്നം, ഒരു ഡ്രീം. സ്വാമി ഇങ്ങനെ ബാബ പറയുന്ന പോലെ എന്റെ കുഞ്ഞാണ്, എന്റെ അടുക്കലേക്ക് കൊണ്ടുവരൂ എന്ന്. പക്ഷെ അവളുടെ ആരോഗ്യാവസ്ഥ അത്ര നല്ലതായിരുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള പെർമിഷൻ തന്നില്ല. അപ്പോ പോണ്ടിച്ചേരിയിലായതുകൊണ്ട് അവളുടെ ട്രീറ്റ്മെന്റ് മുഴുവൻ ഞങ്ങൾ ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ഒരു 6 മാസം ആയി കാണും. ഡിസംബറിൽ ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഞങ്ങള് 4 പേരും കൂടെ ഷിർഡി പോയി. അവിടെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ കുട്ടിയെ സമാധിയിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ചെന്നൈ വന്നു. എയർപോർട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ആ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ അടുത്തായിട്ട്, വാച്ച്മാന്റെ അടുത്തായിട്ട് ഷിർഡി ബാബ നിൽക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ. അപ്പോ എനിക്കിതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. ഈ ഡ്രീമിൽ വരിക, ശരിക്കും വാച്ച്മാന്റെ അടുത്ത് ഷിർഡി ബാബ നിൽക്കുന്ന പോലെ നന്നായി ഞാനത് കണ്ടു. അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു വലിയൊരു ഹോപ്പ് തോന്നി. 1 മാസം മുമ്പില് കുഞ്ഞിന് നിറയെ ബ്ലഡ് ടെസ്റ്റുകളും സ്കാനും അൾട്രാസൗണ്ടും എല്ലാം എടുത്തിരുന്നു. അതിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത് ഹോസ്പിറ്റലിലേക്ക്. ഉള്ളിൽ പോയി ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം വാങ്ങി ഡോക്ടറെ റൂമിൽ ചെന്നപ്പോ ഡോക്ടർക്ക് തന്നെ ഭയങ്കര ഒരു സർപ്രൈസ്, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സർപ്രൈസ്. കാരണം മെഡിക്കൽ ബുക്കൊക്കെ അവരെടുത്തിട്ട് വന്നു. നിറയെ ഈ അനോമലി ഉണ്ട്, ആ അനോമലി ഉണ്ട്, ഈ പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഉണ്ട്. പക്ഷെ കയ്യിലെ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും എല്ലാം നോർമൽ. എന്താ പറയാ, ബ്രെയിൻ നോർമൽ, ലങ്സ് നോർമൽ, ഹാർട്ട് നോർമൽ, ഇന്റേണൽ ഓർഗൻസ് എല്ലാം നോർമൽ ആയിരുന്നു. പക്ഷെ കുറേയധികം മസ്കുലർ സ്കെലിറ്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഹിപ്പില് പ്രോബ്ലം ഉണ്ടായിരുന്നു, സ്പൈനില് പ്രോബ്ലം ഉണ്ടായിരുന്നു, കഴുത്തില് പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടേഴ്സ് അപ്പൊ ഞങ്ങൾക്ക് ആദ്യമായിട്ട് 6 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഹോപ്പ് കിട്ടി. ഡോക്ടേഴ്സ് പറഞ്ഞു ബ്രെയിൻ നോർമൽ ആയതുകൊണ്ട് നമ്മൾ ഇനി ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയതാണ് ഫിസിയോതെറപ്പി. ഏകദേശം 10 വയസ്സ് വരെ ഫിസിയോതെറപ്പി വേണ്ടി വന്നു. 2-3 വലിയ ലോങ് സർജറീസ് വേണ്ടി വന്നു. ഹിപ്പില് വേണ്ടി വന്നു സർജറി, സ്പൈൻ, കഴുത്തില് വേണ്ടി വന്നു. അങ്ങനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളായി അവൾ അങ്ങനെ വളർന്നു വന്നു. പക്ഷെ പഠിത്തത്തിൽ നമ്പർ 1 ആയിരുന്നു. അവള് ബ്രെയിൻ ഡെവലപ്മെന്റ് നന്നായിരുന്നു, നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഞാൻ ഇനി സ്വാമി എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതെന്ന് കൂടെ പറയാം. ഞങ്ങൾ തിരിച്ച് ഷിർഡി ട്രിപ്പിന് ശേഷം പോണ്ടിച്ചേരി തിരിച്ചു പോയപ്പോ ഞങ്ങളുടെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം കൊണ്ടുവന്ന് തന്നു, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വിത്ത് സർ ജോൺ ഹിസ്ലോപ്പ്, ബൈ സർ ജോൺ ഹിസ്ലോപ്പ്. ഹസ്ബൻഡ് അത് മുഴുവൻ പഠിച്ചിട്ട് എന്നോട് പറഞ്ഞു, സത്യസായി ബാബ, ഷിർഡി ബാബ 2 അവതാരം ഒന്ന് തന്നെയാണ്. അങ്ങനെ ഞങ്ങള് വിശ്വസിക്കാൻ തുടങ്ങി സ്വാമിയില്. അവിടെ പാണ്ടിശ്ശേരിയിൽ സമിതി ഉണ്ടായിരുന്നു, അവിടെ ഭജനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ ഞങ്ങള് സ്വാമിയുടെ അടുത്ത് വന്നു. അങ്ങനെ സർജറീസ് ഒക്കെ നടന്നു, ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നു, അവളും വളർന്നു. അങ്ങനെ കുറെ കാലമായി. പിന്നെ 2-3 കൊല്ലം മുമ്പിലാണ് ഞങ്ങള് പാലക്കാട് വന്ന് സെറ്റിലായത്. നേറ്റീവ് പ്ലേസ് പാലക്കാടാണ്. 3 കൊല്ലം മുമ്പിൽ വന്ന് സെറ്റിലായി. അപ്പൊ ഞങ്ങള് കേരള സ്റ്റേറ്റിന്റെ കൂടെ സേവ, പുട്ടപർത്തിക്കൊക്കെ വരാൻ തുടങ്ങി.
2023 ജനുവരിയിൽ ഞങ്ങൾ 3 പേരും കൂടെ, ഞാനും ഹസ്ബൻഡും മകളും കൂടെ പുട്ടപർത്തിയിൽ വന്നു സേവ ചെയ്യാൻ. വെസ്റ്റേൺ കാന്റീനിലാണ് കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അവൾക്ക് UK യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിന്ന് ഒരു 4 ഇയർ കോഴ്സിന് ഫുൾ സ്കോളർഷിപ്പിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടി. MA പ്ലസ് PhD, MA 1 കൊല്ലം, PhD 3 ഇയേഴ്സ്, അങ്ങനെ ഒരു ഫുൾ സ്കോളർഷിപ്പില് അഡ്മിഷൻ കിട്ടി. അപ്പൊ ഞങ്ങള് വിസ ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഏകദേശം മെയ് മാസമാണ് തോന്നുന്നു, ഹസ്ബൻഡ് ഒരു പ്രാവശ്യം സമിതി ഭജന് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇന്ന് കൺവീനർ ഡേറ്റ്സ് ഒക്കെ അനൗൺസ് ചെയ്തു ജൂലൈ സേവയുടെ, ഞാൻ നമ്മുടെ 3 പേരുടെയും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, വിസ ഒക്കെ അപ്ലൈ ചെയ്യണല്ലോ, കുറെ അധികം പണികൾ ഉണ്ടല്ലോ, നമ്മളിപ്പോ പോകാൻ പറ്റുമോ പുട്ടപർത്തിക്ക് ചോദിച്ചു. എന്തോ എനിക്കൊരു ഉള്ളിൽ നിന്ന് എന്തോ ഒരു വോയിസ് ഇങ്ങനെ, സേവ തീർച്ചയായും ജൂലൈ മാസം പോണെന്ന്. അപ്പൊ ഞാൻ പേര് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഞാനും അത് ഓക്കെ എന്ന് വെച്ചു. അങ്ങനെ ഞങ്ങള് ജൂൺ എൻഡില് 2023 ഞങ്ങൾ പുട്ടപർത്തി എത്തി. അതേപോലെ എനിക്ക് 2 പേർക്ക്, എനിക്ക് മകൾക്കും വെസ്റ്റേൺ കാന്റീനിൽ ഡ്യൂട്ടി ചെയ്യാനുള്ള അവസരം കിട്ടി. ഹസ്ബൻഡ് സെക്യൂരിറ്റിയിലായിരുന്നു. ജൂലൈ 4-ാം തീയതി തിങ്കളാഴ്ച ആയിരുന്നു ഗുരുപൂർണിമ. നല്ല തിരക്കുണ്ടായിരുന്നു, രാവിലെ തൊട്ട് പണിയായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് 10-10:30 മണിയായി കാണാൻ ഞങ്ങൾ മെല്ലെ നടക്കാൻ തുടങ്ങി. ഞങ്ങളുടെ റൂമിൽ, ഞങ്ങൾ പുറത്താണ് താമസിച്ചിരുന്നത്. അപ്പൊ മകള് പറഞ്ഞു, അമ്മ ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം, നടക്കാൻ പോലും പറ്റുന്നില്ല, കാലൊക്കെ നല്ലൊരു വേദനയുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചിരുന്നു. ഞാനതൊരു നോർമൽ ക്ഷീണമാണെന്ന് വിചാരിച്ചു. അങ്ങനെ മെല്ലെ ഞങ്ങൾ നിർത്തി ഇടയ്ക്ക് ഇരുന്നു. പിന്നെ അങ്ങനെ നടന്ന് റൂമെത്തി. പിന്നെ ഡ്രസ്സൊക്കെ മാറി കിടന്നു. പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. ഒരു 1:30 മണിയായി കാണും. മകള് ബാത്റൂമിൽ പോയി. അതൊക്കെ എനിക്ക് അറിയാം. അവള് തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് കടന്നു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ശ്വാസം വിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോകണമെന്ന്. അപ്പൊ ഞാൻ വേഗം ഭർത്താവിനെ ഉണർത്തിയിട്ട് ഞങ്ങൾ ഒരു 10 മിനിറ്റില് താഴെ ഡ്രസ്സൊക്കെ മാറി താഴെ ഇറങ്ങി. 2 മണിയായി കാണും രാത്രി. അവിടെ ഒരു ഓട്ടോറിക്ഷ ഒന്നുമില്ല. അവിടെ കുറച്ചു ദൂരം പോയപ്പോ ഒരു കാറ് നിൽക്കുന്നുണ്ടായിരുന്നു. കാറിന്റെ ഉള്ളിൽ ഒരു ഡ്രൈവർ ഉറങ്ങാണ്. വേഗം ഡ്രൈവറെ ഉണർത്തിയിട്ട് ഞങ്ങളെ GH ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ഡ്രൈവർ ഞങ്ങളെ GH ഞങ്ങൾ പൈസ ഓഫർ ചെയ്തപ്പോ പൈസയൊന്നും വേണ്ട എന്നിട്ട് പറഞ്ഞിട്ട് പോയി, അയാൾ പോയി. അത് കഴിഞ്ഞ് ഉള്ളിൽ എമർജൻസിയിൽ അവളെ അഡ്മിറ്റ് ആക്കി. പിന്നെ അവർ ECG ഒക്കെ എടുത്തു. പിന്നെ കാലിൽ കുറച്ച് സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. ഉടനെ അതിന് മരുന്നൊക്കെ കൊടുത്തു. പിന്നെ ഇതൊക്കെ കുറച്ച് ഓക്സിജൻ വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റിൽ അവള് ശരിയായി, ബ്രീത്തിങ് ഒക്കെ നോർമലായി. പക്ഷെ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു ECG നോർമൽ അല്ല, നമ്മൾ എങ്ങനെ രാവിലെ വെയിറ്റ് ചെയ്യാം, ഡ്യൂട്ടി ഡോക്ടർ വന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാം എന്താ ചെയ്യേണ്ടതെന്ന്. അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് ECG എടുത്തിട്ട് പറഞ്ഞു, ഹാർട്ടിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, പക്ഷെ എന്ത് പ്രോബ്ലം ആണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. നമ്മൾ ഉടനെ അവളെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ 3 പേരും കൂടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ പോയി എക്കോ കാർഡിയോഗ്രാം അവര് അഡ്മിറ്റ് ചെയ്ത് എക്കോ കാർഡിയോഗ്രാം എടുത്തപ്പോ ടെക്നീഷ്യൻ പറഞ്ഞു, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഡോക്ടർ അയ്യർ ആണ് അവിടുത്തെ കാർഡിയാക് ഫിസിഷ്യൻ, അദ്ദേഹം വന്ന് നിങ്ങളോട് സംസാരിക്കും എന്ന് പറഞ്ഞു. കുറച്ചു നേരത്തിൽ ഡോക്ടർ അയ്യർ വന്നു. ഡോക്ടർ അയ്യർ വന്ന് പിന്നെയും എക്കോ എടുത്തിട്ട് ഞങ്ങളെ ഉള്ളിലേക്ക് വിളിച്ചു. കുറെ നേരം അവള് ജനിച്ചത് കൊണ്ടുള്ള ഹിസ്റ്ററി മുഴുവൻ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഷീസ് വെരി ക്രിട്ടിക്കൽ, ഷീസ് വെരി സീരിയസ്, ഹാർട്ടിന്റെ പമ്പിങ് 10% കുറഞ്ഞിട്ടുണ്ട്, ഉടനെ അഡ്മിറ്റ് ചെയ്ത് വി ഹാവ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. ഉടനെ CCUയിൽ അവളെ അഡ്മിറ്റ് ആക്കി മരുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങി. അവളെ കണ്ട സിക്ക് പേഷ്യന്റ് പോലെ, സിക്ക് പേഷ്യന്റ് ആണെന്ന് പറയില്ല, എന്നെ അവളുടെ അടുത്ത് ഇരിക്കാനും പറഞ്ഞു. ആ സമയത്ത് ഞാൻ അതുവരെ പഠിച്ച എല്ലാ ശ്ലോകങ്ങളും എല്ലാം മറന്നു. എന്റെ മനസ്സിൽ, എന്റെ ഓർമ്മയിലുള്ളത് സായി ഗായത്രി മാത്രമായിരുന്നു. ആ സമയത്ത് ഞാൻ അത് ചൊല്ലിക്കൊണ്ടേ അവളുടെ അടുത്തിരുന്നു. അങ്ങനെ ചൊവ്വാഴ്ച കഴിഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, വലിയ മാറ്റമില്ല, ഷീസ് വെരി ക്രിട്ടിക്കൽ ഈവൺ നൗ, പക്ഷെ എന്തോ ഒരു ഉൾ മനസ്സ് പറയുന്നു മരുന്നൊക്കെ മാറ്റണം എന്ന്. അപ്പൊ ഡോക്ടർ എല്ലാ മരുന്നും മാറ്റിയിട്ട് പറഞ്ഞു,
ഈ പ്രിസ്ക്രിപ്ഷൻ ഈ മരുന്നൊന്നും നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ അല്ല, നിങ്ങൾ പുറത്തു പോയി വാങ്ങിക്കൊണ്ടുവരും. എന്റെ ഹസ്ബൻഡ് ഉടനെ പോയി മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു ഡോക്ടർക്ക്. ഉടനെ അവര് ന്യൂ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ദിസ് വാസ് വെനസ്ഡേ ഈവനിങ്. പിന്നെ തേഴ്സ്ഡേ 10 മണിക്ക് രാവിലെ ഡോക്ടർ എത്തി. നേരെ അവളുടെ അടുത്ത് വന്ന് എക്കോ കാർഡിയോഗ്രാം. ഡോക്ടർ എക്കോ കാർഡിയോഗ്രാം ചെയ്തുകൊണ്ടേ സംസാരിക്കുള്ളൂ. അതിനു മുമ്പിൽ സ്റ്റെതസ്കോപ്പ് വെച്ചപ്പോ തന്നെ ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ചമത്കാർ ഹോ ഗയാന്ന് പറഞ്ഞു, ഒരു മിറക്കിൾ നടന്നു ഇവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഹാർട്ട് പമ്പിങ് 50% ആയി ഇൻക്രീസ് ആയിട്ടുണ്ട്, ഷീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എക്കോ കാർഡിയോഗ്രാം ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു, നിറയെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി, കാരണം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഡോക്ടർ ആദ്യം പറഞ്ഞത് എന്തോ ഒരു ഫുഡ് അലർജി ആയിരിക്കും എന്നാണ് ഡോക്ടർ ആദ്യം വിശ്വസിച്ചത്. പക്ഷെ ഇതുവരെ കാരണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സോ തിങ്കളാഴ്ച രാത്രി ആയിരുന്നു ഞങ്ങളുടെ ആ തിങ്കളാഴ്ച രാത്രി തൊട്ട് തേഴ്സ്ഡേ മോർണിംഗ് ഷീ വാസ് ഔട്ട് ഓഫ് ഡേഞ്ചർ, 50% ആയി ഇൻക്രീസ് ആയി. വെള്ളിയാഴ്ച വൈകുന്നേരം അവളെ ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു, ഇനി ഇവിടെ ഒരു ദിവസം കൂടെ നിൽക്കണ്ട, എനിക്ക് സ്റ്റിൽ ഐ സസ്പെക്ട് അതൊരു ഫുഡ് അലർജി ആണെന്നാണ്, നിങ്ങൾ ഉടനെ പാലക്കാടേക്ക് പൊയ്ക്കോളൂ. പാലക്കാട് ഡോക്ടർ ജയകുമാർ നല്ല കാർഡിയോളജിസ്റ്റ് ആണ്, എനിക്ക് നന്നായി അറിയാം, ഞാൻ ലെറ്റർ തരാം. അപ്പൊ ഞങ്ങൾ ഡോക്ടർ അയ്യരോട് പറഞ്ഞു, ഇങ്ങനെ അവൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഫുൾ സ്കോളർഷിപ്പില് അയക്കാൻ പറ്റുമോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു അതൊക്കെ നമ്മൾ പിന്നെ ആലോചിക്കാം, 3 മാസം കംപ്ലീറ്റ് അവള് ബെഡ് റെസ്റ്റിൽ ഇരിക്കട്ടെ, ഹാർട്ടിന്റെ സ്ട്രെങ്ത് ഒന്ന് തിരിച്ചു കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം ആലോചിക്കാം എന്ന് പറഞ്ഞു. അതേപോലെ ഞങ്ങൾ അടുത്ത ദിവസം തിരിച്ച് പാലക്കാട് എത്തി. സ്വാമിയുടെ പ്രശാന്തി നിലയത്തിൽ ആ പുട്ടപ്പരത്തിയിൽ ഉള്ളപ്പോ എനിക്ക് ഒട്ടും പേടിയില്ലായിരുന്നു. പക്ഷെ അവിടുന്ന് ഞങ്ങളെ ബാംഗ്ലൂർ എയർപോർട്ട് എത്തിയപ്പോ തന്നെ എന്തോ ഒരു പേടി, എന്തോ ഒരു ആങ്സൈറ്റി. പിന്നെ എങ്ങനെയോ ഞങ്ങൾ പാലക്കാട് എത്തി. അടുത്ത ദിവസം തന്നെ ഡോക്ടർ ജയകുമാർ കണ്ടു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലായിരുന്നു. ബാത്റൂമിന് മാത്രം കുട്ടി പോയി തിരിച്ചു വന്ന് കിടക്കും. ഞങ്ങൾ ഒന്നും ചെയ്യാൻ അവൾ അനുവദിച്ചില്ല. എല്ലാ ആഴ്ചയും ഡോക്ടർ ജയകുമാറുമായി ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവളെ കൂട്ടിയിട്ട് പോയി. എന്തെല്ലാമോ അവർ ചെയ്തു. ടെസ്റ്റ്, MRI സ്കാൻ പോലും ഹാർട്ടിന്റെ എടുത്തു. പക്ഷെ കാരണം ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ ഈ സമയത്ത് വേറൊരു മിറക്കിളും ഭഗവാൻ ചെയ്തു. വിസ ഫോം ഡിലേ ആയി അത് ജൂണിലേ വരേണ്ടതാണ്, അത് ഡിലേ ആയി സെപ്റ്റംബറിലാണ് വിസ ഫോം അവിടുന്ന് വന്നത്. അതിന്റെ ഉള്ളിലും ഒരു 3 മാസം കഴിഞ്ഞ് നല്ല അവൾക്ക് സ്ട്രെങ്ത് ഒക്കെ കിട്ടാൻ തുടങ്ങി, മരുന്നുകളൊക്കെ ഡോക്ടേഴ്സ് കുറയ്ക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളെല്ലാം ഡോക്ടർ അയ്യരോട് സംസാരിച്ചപ്പോ ഡോക്ടർ അയ്യർ ഡോക്ടർ ജയകുമാർ 2 പേരും പറഞ്ഞു, പോയി പഠിക്കട്ടെ, അവളുടെ ഹാർട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് നോർമലാണ്, ഭഗവാന്റെ ഇച്ഛയാണ്. അവള് പോയി, കാരണം അവള് MA PhD ചെയ്യുന്നത് ഈ ഡിസ്ലെക്സിയയിലാണ്, ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസിലാണ് അവള് PhD ചെയ്യുന്നത്. അവള് അവിടെ പോയി പഠിച്ച് തിരിച്ചു വന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ കുട്ടികൾക്ക് അവള് സേവ ചെയ്യട്ടെ, അതാണ് ഭഗവാന്റെ ഇച്ഛ. അപ്പൊ 2 പേരും ഭയങ്കരമായി എൻകറേജ് ചെയ്തത് കൊണ്ട് സെപ്റ്റംബർ എൻഡിൽ അവളുടെ വിസ ഫോം ഒക്കെ വന്നു. ഞങ്ങൾ ഒരാഴ്ചയില് വിസ അപ്ലൈ ചെയ്ത് വിസ വന്ന് ഒക്ടോബറിൽ ഞങ്ങൾ അവളെ UK കൊണ്ടാക്കി. അവള് 1 മാസം അവിടെ നിന്ന് അവളെ ഒക്കെ ഒന്ന് സെറ്റിലാക്കിയിട്ട് അവിടെയും അവൾ ഡിസബിലിറ്റി പ്രോഗ്രാമിൽ ഞങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിസബിലിറ്റി ഓഫീസർ ഉണ്ട്, അദ്ദേഹം അവളെ എപ്പോഴും കാണിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. MA അവൾ കംപ്ലീറ്റ് ചെയ്തു, ഡിസ്റ്റിങ്ഷനിൽ പാസ്സായി, PhD തുടങ്ങി. സ്വാമി എന്തെല്ലാമോ ജനിച്ചത് തൊട്ട് ഇതുവരെ അവളുടെ ലൈഫ് മുഴുവൻ ഒരു മിറക്കിളാണ്. അവളെപ്പോഴും ഇപ്പോഴും എന്നോട് ദിവസവും പറയും, അമ്മ ഭഗവാൻ എനിക്കൊരു പുതിയ ഒരു ഹാർട്ട് തന്നിട്ടാണ് എന്നെ അവിടെ പഠിക്കാൻ അയച്ചത്. സ്വാമിയുടെ കുട്ടിയാണ്, സ്വാമിയുടെ സ്റ്റുഡന്റ് ആണ്. അവൾ അവിടെ PhD ചെയ്തിട്ട് വന്ന് നമ്മുടെ നാട്ടിന് വേണ്ടി, നമ്മുടെ നാട്ടിലിപ്പോ നിറയെ ഓട്ടിസം എല്ലാം ഇങ്ങനെ പരന്നുകൊണ്ട് വരികയാണ്. അപ്പൊ ഭഗവാന്റെ അതാണ് പ്ലാൻ. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഫാമിലിയിൽ എന്താണ് പറയാന്ന് വെച്ചാൽ, സ്വാമി ഈസ് ദ മാസ്റ്റർ പ്ലാനർ ഓഫ് അവർ ലൈഫ്. സ്വാമി ഇല്ലാതെ വേറൊരു ജീവിതമില്ല. ഈ ജേർണി ഇപ്പൊ ഏകദേശം 30 കൊല്ലമായി ഈ ജേർണി സ്വാമിയുടെ. സ്വാമി ഇല്ലാതെ ഒരു നിമിഷം പോലും ഇല്ല ലൈഫ്.
എല്ലാം സ്വാമി ഈസ് ഓംനി പ്രസന്റ്, സ്വാമി ഈസ് ഓംനീഷ്യന്റ്, സ്വാമി ഈസ് എവ്രിതിങ്. അവളെ ബർമിംഗ്ഹാമിലും സായി സമിതിയുടെ കൺവീനർ ആണ് അവളുടെ ലോക്കൽ ഗാർഡിയൻ. എപ്പോ എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും അവരെ വിളിക്കാം. അവിടെ ഒരു 8 ഗുജറാത്തി ലേഡീസ് ഉണ്ട്. അവരെല്ലാവരും അമ്മമാരെ പോലെ അവളെ നോക്കുന്നുണ്ട്. ഭഗവാൻ എവിടെ പോയാലും കൂടെ ഉണ്ടാവും, അതിലൊരു സംശയമില്ല. സായിറാം. സായിരാം. സായിറാം. പ്രസന്റേഷൻ വെച്ചോളൂ ഫ്രണ്ട്സേ. త్యాగరాజు కూడా చెప్పాడు. That's what Tyagaraja said. ఎవరని నిన్ను నిర్ణయించేదిరా? Tyagaraja said, how can I decide God in what రామా, form? నిన్నెవరని నిర్ణయించేదిరా? How am I to estimate how am I to decide? శివమంత్రములకు మా జీవము, In fact, you are the very essence of మాధవ Shiva. మంత్రములకు రా జీవము. And it is this letter Ra is the ఈ center. వివరము తెలిసిన గనునికి మొక్కేదా అన్నాడు. In fact, I offer my salutations to the one who knows this. పంచాక్షరములైనటువంటి నమశివాయ అనేటువంటి యొక్క నామము లోపల మకారం ప్రాణం. In Namah Shivaya Mahamantra, Ma is the main letter. వైష్ణవ నామమైనటువంటి ఓం నమో నారాయణాయ అనేటువంటి అష్టాక్షరంలో రకారం ప్రాణం. And in Vaishnava Nama, it is a Rakara, Ra. That's what నారాయణాయ రకారం పోయిందంటే నాయనాయ అనే చచ్చినటువంటి వాటితో సమానము. without this letter Ra, it has no meaning. On the other hand, it means that రా వచ్చినప్పుడే అది ప్రాణంతో ఉన్నటువంటి యొక్క సహజం. the mantra has got the life with this letter Ra. నారాయణాయ. Narayanaya. కనుకనే ఇందులో వైష్ణవ నామములో రా ప్రాణము. Therefore, in Vaishnava school, Ra is the life. నమశివాయ అని పంచాక్షరం లోపల In this Namah Shivaya, the 5-letter mantra, మకారమే ప్రాణము. Makara is the life. మకారం లేకపోతే Without this Ma, నశివాయ శివుడు కానటువంటిది అని. it amounts to denial of Shiva, not Shivaya. కనుకనే అక్కడ మకారం ఉండే తీరాలి. Therefore, the letter ఈ Ma must రెండింటి be యొక్క there. చేరికనే రామ అనేటువంటి నామము. The combination of these 2 letters Ra and Ma constitute. വെങ്കടേഷ് നാഗൻ പാടിക്കോളൂ, ഭജന പാടിക്കോളൂ. കല്യാണ കൃഷ്ണ കമനീയ കൃഷ്ണ, കല്യാണ കൃഷ്ണ കമനീയ കൃഷ്ണ, കാളിയ മദന ശ്രീകൃഷ്ണ, കാളിയ മർദന ശ്രീകൃഷ്ണ, गोवर्धन गिरिधारी मुरारी, गोपी मन संचारी, गोवर्धन गिरिधारी मुरारी, गोपी मन संचारी, मुरारी गोपी मन संचारी, मुरारी गोपी मन संचारी, वृंदावन के तुलसी माला, वृंदावन के तुलसी माला, पीतांबरधारी मुरारी, पीतांबरधारी मुरारी, कल्याण कृष्णा कमनीय कृष्णा, कालिय मर्दन श्री कृष्णा, गोवर्धन गिरिधारी मुरारी, गोपी मन संचारी, मुरारी गोपी मन संचारी, मुरारी गोपी मन संचारी, वृंदावन के तुलसी माला, पीतांबरधारी मुरारी,
പീതാംബരധാരി മുരാരി കല്യാണ കൃഷ്ണ കമനീയ കൃഷ്ണ. സായിരാം. സായി ഉപമ: മഴ പെയ്തു എന്നതിൻ്റെ ലക്ഷണം ഭൂമിയിലെ നനവാണ്. അതുപോലെ വിദ്യാഭ്യാസം നേടിയ ഒരുവന്റെ ലക്ഷണം അയാളുടെ നല്ല പെരുമാറ്റമാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും നന്നായി പഠിക്കുക. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ സനാതനധർമ്മത്തിൻ്റെ തത്വങ്ങൾ കൂടി പഠിക്കണം. അത് പഴഞ്ചനാണ് എന്ന് പറഞ്ഞ് നിരാകരിക്കാതെ ഇരിക്കുക. വളരെ പുരാതനമായ കാലത്തു നിന്നും ഉരുത്തിരിഞ്ഞു വന്ന അത് നൂറ്റാണ്ടുകളായി പരീക്ഷണങ്ങളെ അതിജീവിച്ചതാണ്. ഇന്നും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുവാൻ അതിന് കഴിയും. അത് നിങ്ങൾക്ക് സ്വാദിഷ്ടമായ നല്ല ഭക്ഷണം നൽകുവാൻ തയ്യാറാക്കുന്ന സ്നേഹമയിയായ ഒരു അമ്മൂമ്മയെ പോലെയാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ അമ്മൂമ്മയെ നിങ്ങൾ സംരക്ഷിക്കാതെ മരിക്കുവാൻ അനുവദിക്കുമോ? അതുപോലെയാണ് പുരാതനമായ ഈ സംസ്കാരത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ജയ് സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. എല്ലാവർക്കും സായിരാം.